നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. ശ്വേതയെ ഭയക്കുന്നതാര്? ഒരു വിചിത്രമായ പരാതിയാണ് ശ്വേതാ മേനോനെതിരെ വന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെ ശ്വേത ഹൈക്കോടതിയെ സമീപിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിക്ക് വീഴ്ച സംഭവിച്ചു, തിടുക്കം കാട്ടി എന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദ് ചെയ്യുന്നു. ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും വരെ അങ്ങേയറ്റം ആരോപണ പ്രത്യാരോപണങ്ങളുമായി അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെടുത്ത് വലിയ ചൂടേറിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. CJM കോടതി തിടുക്കം കാട്ടി ഈ വിഷയത്തിൽ എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യം. പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജസ്റ്റിസ് BG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ ശ്വേതയുടെ ഹർജിയിൽ ഈ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി തുടർ നടപടികൾ കോടതിയിൽ ഉണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയുടെ പേരിലാണ് അശ്ലീലമായിട്ടുള്ള രംഗങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കാൻ ശ്രമിച്ചു ശ്വേത എന്ന തരത്തിൽ പരാതിക്കാരൻ രംഗത്ത് വരുന്നത്. അതിനുശേഷം അത് കോടതിയിലെത്തി. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സമയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. നേരത്തെ കുക്കു പരമേശ്വരനെതിരായ ഒരു മെമ്മറി കാർഡ് വിവാദം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന ആരോപണവുമായി നിരവധി താരങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. ശ്വേതയ്ക്കെതിരെ മത്സര രംഗത്തുള്ളത് ദേവനാണ്. ദേവൻ അമ്മയിലെ എല്ലാ താരങ്ങളുടെയും പിന്തുണ ശ്വേതയ്ക്ക് ഈ വിഷയത്തിലുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള നടപടികൾ എല്ലാം തള്ളിക്കളയുന്നു. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തുറന്നു പറച്ചിലേക്ക് ദേവൻ പോകുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ശ്വേതയ്ക്കുള്ള പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന് മത്സര രംഗത്തുള്ള രവീന്ദ്രൻ എന്ന നടനാണ്. അദ്ദേഹവും ശ്വേതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും സാഹചര്യങ്ങൾ എന്താണ് എന്ന് നോക്കണം എന്നത് പറയുന്നു. പരാതിക്കാരനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രൻ രംഗത്ത് വന്നത്. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേരിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. അപ്പോ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്വേതാ മേനോൻ മത്സര രംഗത്തേക്ക് വരുമ്പോൾ ആർക്കാണ് ഈ ഗൂഢാലോചന നടത്തുകയും ഇങ്ങനെ ഒരു പരാതി ഒക്കെ കൊണ്ടുവരേണ്ടുന്ന ആവശ്യമെന്നൊരു സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്ക് തോന്നും. ആരും പേരെടുത്ത് പറയാതെയുള്ള ആരോപണങ്ങൾ നടത്തുമ്പോൾ ആ സംശയം കൂടുകയും ചെയ്യും. എന്തായാലും പേരെടുത്ത് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാൻ ധൈര്യം കാട്ടിയിരിക്കുന്നത് മാലാ പാർവതിയാണ്. ബാബുരാജ് മത്സര രംഗത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ബാബുരാജിനെ ചൂണ്ടി തന്നെ അവർ പറയുന്നത്. പലർക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ തനിക്ക് അത്തരമൊരു ബുദ്ധിമുട്ടില്ല എന്നതാണ് മാലാ പാർവതി ചൂണ്ടിക്കാട്ടുന്നത്. ബാബുരാജ് മത്സര രംഗത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് കുക്കു പരമേശ്വരനെതിരായ ആരോപണം സംഘടനയ്ക്കുള്ളിൽ നിന്ന് വരുന്നത്. അതിന് പിന്നാലെയാണ് ശ്വേതാ മേനോനെതിരെയും ഈ ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ബാബുരാജ് ആണോ എന്ന ഒരു സംശയമാണ് മാലാ പാർവതി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ടൊവിനോയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. ടൊവിനോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വളരെ അനാവശ്യമാണ് ശ്വേതാ മേനോനെതിരായി ഇപ്പോൾ ഉയർന്ന പരാതി എന്നതാണ് ടൊവിനോ പറഞ്ഞിരിക്കുന്നത്. തമാശയായിട്ടാണ് തോന്നുന്നതെന്നും ടൊവിനോ ഇതിനോട് പ്രതികരിച്ചു. വലിയ ആരോപണങ്ങളാണ് ഈ പരാതിക്കാരനെതിരെ ഉയരുന്നത്. ചാനൽ
ചർച്ചകളിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അപഹാസ്യനായി പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല, യാതൊരു യുക്തിയുമില്ല. എന്താണ് ഈ പരാതിക്ക് പിന്നിലെന്നത് വിശദീകരിക്കാൻ പോലും ആകുന്നില്ല. അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് പരാതിക്കാരനായ മാർട്ടിൻ. ഈ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും തന്റെ പരാതിക്ക് അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നും താൻ കുട്ടികളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നതെന്നും ന്യായീകരിക്കുകയാണ് മാർട്ടിൻ. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. ആരാണ് മാർട്ടിൻ? എന്താണ് മാർട്ടിന്റെ ലക്ഷ്യം? മാർട്ടിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന സംശയം ഉയരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാർട്ടിൻ പറയുന്നു തനിക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മാർട്ടിനെതിരെ ഒരു ഗുരുതരമായ പരാതി ഉന്നയിച്ചിരിക്കുകയാണ് സജിത്ര എന്ന യുവതി. News 18 തന്നെയാണ് മാർട്ടിനെതിരെ ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചു എന്നതാണ് അവർ മാർട്ടിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. പണം തട്ടാൻ ശ്രമിച്ചു. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തി, മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്നും സജിത്ര News 18 വെളിപ്പെടുത്തി. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മാനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട് മേഡം. അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. എന്തായാലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇത്തരം അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഒരു വിചിത്ര പരാതിയുമായി സമയം നോക്കി രംഗത്ത് വരേണ്ട അവസ്ഥയൊന്നുമില്ല. അപ്പോൾ ആരാണ് താനെന്നും എന്താണ് ഉദ്ദേശമെന്നും ആരൊക്കെയാണ് പിന്നിലുള്ളത് എന്നും വ്യക്തമാക്കേണ്ടത് മാർട്ടിൻ തന്നെയാണ്. എന്തായാലും ആ മാർട്ടിനെതിരെ പറഞ്ഞ യുവതിയുടെ പരാതിയാണ് നമ്മൾ കേട്ടത്. കോടതി ഇപ്പോൾ ശ്വേത പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാണ് ഇപ്പോൾ ഇതിന്റെ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും കോടതിയിൽ ഇനി പരിശോധനകൾ ഉണ്ടാകും, എല്ലാം വെളിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ശ്വേത അമ്മ എന്ന താരസംഘടനയിൽ ആദ്യമായി അതിന്റെ തലപ്പത്തേക്ക് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഒരു വനിത വരാനിരിക്കുന്ന സാഹചര്യമാണ്. കുറെ പേർ അതിനെ എതിർക്കുമ്പോൾ കുറെ പേർ അതിന് വഴിയൊരുക്കാൻ തക്ക വിധം മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ആ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വനിത ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ആരൊക്കെയോ അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ അസ്വസ്ഥതകളാണ് ഇതുപോലെയുള്ള വ്യാജ പരാതികളായി പുറത്തു വരുന്നത്. ആ സിനിമയിൽ അഭിനയിച്ച മറ്റ് പുരുഷ താരങ്ങൾക്കെതിരെ ഒന്നും ഒരു പരാതിയുമില്ല. ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവരെ അപഹസിക്കാൻ ശ്രമിക്കുകയാണ്, അവരെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതപ്പോൾ ഒരു സ്ഥാനത്തേക്ക് സ്ത്രീ ഉയർന്നു വരുന്നതിനെതിരായ ആരുടെയൊക്കെയോ അസ്വസ്ഥതകളാണ് അതിൽ പ്രതിഫലിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്ത്രീകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നത് ഇന്നും ഒരു ഭീഷണിയായി കരുതുന്ന മനുഷ്യരുണ്ട്. അതിന് തടയിട്ടേ പറ്റൂ എന്ന് കരുതുന്ന മനുഷ്യരുണ്ട്. അവരുടെ ചരടുവലിയായി മാത്രമേ നമുക്ക് ഈ പരിഹാസ്യമായ പരാതിയെയും ഈ പരിഹാസ്യമായ നടപടികളെയും കാണാൻ കഴിയൂ. കോടതി അത് ശരിയാം വിധം മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.